ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൗസർ ഇസ്ലാമിക് സ്റ്റഡീസ് ഒരുക്കിയ റമദാൻ വിഭവത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പൊരുത്തവും പ്രതിഫലവും എല്ലാം ആഗ്രഹിച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണല്ലോ. എന്നാൽ ആ ഭക്ഷണം കൊടുക്കുന്നത് ഒരു നോമ്പുകാരനാകുമ്പോഴോ അവന് നോമ്പ് തുറക്കാൻ വേണ്ടിയാണെങ്കിൽ അതിനേക്കാൾ മഹത്തായ ഒരു പ്രതിഫലാർഹമായ അമലാണത്. മഹാനായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ കിട്ടുന്ന 3 നേട്ടങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദൂതർ പറഞ്ഞു, അതിൽ ഒന്നാമത്തേത് കാന മഗ്ഫിറത്തൻ ലിദുനൂബിഹി, നോമ്പ് തുറപ്പിക്കുന്ന വ്യക്തിയുടെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ നേട്ടം വഇത്ഖു റഖബതിഹി മിനന്നാർ, നരകത്തിൽ നിന്നും അള്ളാഹു തആല ആ നോമ്പ് തുറപ്പിക്കുന്ന വ്യക്തിയെ മോചിപ്പിക്കും എന്നുള്ളതാണ്. നരകമോചനം സാധ്യമാകും. മൂന്നാമത്തേത് വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യുൻതഖസ മിൻ അജ്രിഹി ഷൈ, നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുമ്പോൾ നോമ്പുകാരൻ്റെ പ്രതിഫലം അല്പം പോലും കുറയ്ക്കാതെ തത്തുല്യമായ പ്രതിഫലം നമുക്ക് അല്ലാഹു തആല നൽകും എന്നുള്ളത്. ഇങ്ങനെ 3 ഗുണങ്ങളാണ് കിട്ടുക. 1, നമ്മുടെ പാവങ്ങൾ പൊറുക്കപ്പെടും. 2, നരകമോചനം സാധ്യമാകും. 3, നോമ്പുകാരന് കിട്ടുന്ന കൂലി നമുക്ക് അല്ലാഹു തആല തരും. അപ്പോൾ ഒരു ദിവസം ഒരു 100 പേരെ നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ 100 നോമ്പിൻ്റെ കൂലിയാണ് അള്ളാഹു നമുക്ക് തരിക. പിന്നെ നാം ഓർക്കും, അങ്ങനെ എല്ലാവർക്കും വയറ് നിറയെ ഫുഡ് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. ഇതേ ആശങ്ക സ്വഹാബികൾക്കും രൂപപ്പെട്ടിരുന്നു. സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ലൈസ കുല്ലുന യജിദുമാ യുഫത്തിറു സായിം, നോമ്പുകാർക്ക് അങ്ങനെ ഫുഡ് കൊടുത്ത് വയറ് നിറപ്പിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഞങ്ങൾക്കില്ലല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ കൂലി ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യണം. നമുക്കും തോന്നാറുണ്ടാവും അങ്ങനെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധുക്കൾക്ക് വരെ ഇതിൽ ഭാഗവക്കാകാൻ കഴിയുന്ന തരത്തിലാണ് നബി അതിന് മറുപടി പറഞ്ഞത്. അവിടെ നിന്ന് പറഞ്ഞു, യുഅത്തുല്ലാഹു ഹാദ സവാബ മൻ ഫത്തറ സ്വായിമൻ അലാ മദ്ഖത്തി ലബനിൻ ഔ തംറത്തിൻ ഔ ശർബത്തിൻ മിൻ മാ, ഇത് ഈ കൂലി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ വയറ് നിറയെ ഒരു നോമ്പുകാരനെ ഭക്ഷിപ്പിക്കണമെന്നില്ല. ഒരു ചായ കൊടുത്താലും മതി, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും മതി, അതിനും കഴിയില്ലെങ്കിൽ ഒരു ഈത്തപ്പഴം കൊടുത്താലും ഈ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരും. ഇനി വയറ് നിറയെ ഫുഡ് കൊടുക്കാൻ നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താൽ സഖാഹുല്ലാഹു മിനൽ ഹൗദ് ശർബത്തൻ ലാ യദ്മഉ ഹത്താ യദ്ഖുലൽ ജന്ന, നാളെ ആഖിറത്തിൽ, സ്വർഗ്ഗത്തെ ആഖിറത്തിൽ എൻ്റെ ഹൗദിൽ നിന്ന്, അൽ കൗസർ എന്ന തടാകത്തിൽ നിന്ന് ഞാൻ അവനെ പാനം ചെയ്യിപ്പിക്കും. പിന്നെ പരലോകത്ത് ഒരു സന്ദർഭങ്ങളിലും അവൻ ഒരു ദാഹവും ഉണ്ടാവില്ല, സ്വർഗത്തിൽ കടക്കുന്നത് വരെ. റമദാനിൽ മാത്രം കിട്ടുന്ന ഈ ഒരു ചാൻസ് പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു